ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സിനി സന്തോഷ്. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് 899 സബ്സ്ക്രൈബർ ആയിരിക്കുന്നു. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഞാൻ. സിനി സന്തോഷ് എന്ന് ഇങ്ങനെ ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ പേരിൻ്റെ കൂടെ സിനി സന്തോഷ് എന്നും കൂടെ ചേർത്ത് പറയുന്നത് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു അമ്പലത്തിൽ ചെന്നാലും അർച്ചന കഴിക്കുമ്പോൾ ഞാൻ സിനി എന്ന് പറയുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഇങ്ങനെ നോക്കും. അപ്പോൾ ഞാൻ പറയും സിനി സന്തോഷ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് എല്ലായിടത്തും ഞാൻ ആ പേരായി. എൻ്റെ യഥാർത്ഥ പേര് സിനി GC എന്നാണ്. അതായത് അച്ഛൻ്റെയും അമ്മയുടെയും പേരിൻ്റെ ഇനിഷ്യൽ. അതായത് ഗോപാലകൃഷ്ണൻ്റെ Gയും ചന്ദ്രിക അമ്മയുടെ Cയും. സിനി GC എന്നാണ് എൻ്റെ സ്കൂൾ രേഖകളിലും മറ്റ് രേഖകളിലും എല്ലാം, ആധാറിലും എല്ലാം ഉൾപ്പെടെ സിനി GC എന്നാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം സിനി സന്തോഷ് എന്ന് പറയാനാണ്. എനിക്കും അതാണ് ഇഷ്ടം, സിനി സന്തോഷ് എന്ന് പറയാനാണ് ഇഷ്ടം. അങ്ങനെയാണ് എൻ്റെ ചാനലിന് എന്നെ സിനി സന്തോഷ് യൂട്യൂബ് ചാനൽ എന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം പ്രവാസികളുടെ ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുന്നത്. ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ചിന്തിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് ആരും സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് പറഞ്ഞ് നമ്മൾ തളരും. അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് പോലും ആരും തളരരുത്. നമുക്ക് ഒരു സബ്സ്ക്രൈബെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അവരെ വെച്ച് മുന്നോട്ട് പോവുക. നമുക്ക് തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും. അപ്പോൾ വിജയത്തിനായിട്ട് ഞാനും കാത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും ആ വിജയത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രവാസികളുടെ ഭാര്യമാർക്ക് അറിയാമായിരിക്കും, വൈകുന്നേരങ്ങളിൽ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം വൈകുന്നേരങ്ങളിലാകുമ്പോൾ ഹസ്ബൻഡ് വിളിക്കുന്ന സമയമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കുളിച്ച് സുന്ദരി കുട്ടപ്പയായിട്ട് വന്നിരിക്കും. കാരണം ഹസ്ബൻഡ് 5:30 കഴിയുമ്പോൾ വിളിക്കുകയെ. അപ്പം വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സൗന്ദര്യം എന്തായാലും ഹസ്ബൻഡിന് അറിയാം. എന്നാൽ പോലും നമ്മൾ കുളിച്ച് സുന്ദര കുട്ടപ്പയായിട്ട് വന്നിരിക്കുക. ആ സമയമായല്ലോ എന്ന് ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യം പറയുകയാണ്. എല്ലാവരുടെയും കാര്യം അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഒട്ടുമിക്ക പ്രവാസികളുടെ ഭാര്യമാരുടെ കാര്യം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ കുളിച്ച് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. എൻ്റെ ഹസ്ബൻഡ് വിളിക്കാറായല്ലോ, ഇപ്പോൾ വിളിക്കുമല്ലോ എന്നും പറഞ്ഞ് എന്നും പറയാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. നിനക്ക് സുഖമാണോ, എനിക്ക് സുഖമാണ്, നമ്മുടെ മക്കളുടെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നും ഇത് തന്നെ ആയിരിക്കും. എന്നാലും നമുക്ക് ഒരു മുഷിച്ചിലും ഉണ്ടാവത്തില്ല. അവരുടെ ആ ഒരു വിളിക്കായിട്ട് നമ്മൾ കാതോർത്തിരിക്കും, അവരെ ഒന്ന് കാണാനായിട്ട്. അവരിലുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും നമ്മൾ വീഡിയോ കോളിലൂടെ കണ്ടെത്തും. ഒന്ന് മുടി വെട്ടിയാലോ, ഒന്ന് ജലദോഷം പിടിച്ചാലോ, ഒന്ന് മോശമായാലോ അപ്പോഴേ നമുക്കത് പറയാൻ സാധിക്കും അല്ലേ. അപ്പം നമുക്ക് എന്നും വിളിച്ചാലും ശരി തന്നെ, നമുക്കൊരു മുഷിച്ചിലും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലേ പ്രവാസികളുടെ ഭാര്യമാർ. അപ്പം എത്ര തന്നെ ആയാലും അവരിങ്ങനെ കാത്തിരിക്കും. ഇപ്പോൾ വന്നിട്ട് പോയാലും അടുത്ത 2 വർഷത്തേക്ക്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, ചിലർക്ക് 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലീവ് കിട്ടും. എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ 2-3 വർഷമൊക്കെ ആയിരിക്കും ഭർത്താവിന് ലീവ് കിട്ടുക. അപ്പം നമ്മൾ ആ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ. പിന്നെ കലണ്ടറിൽ കുറിപ്പായി വരാനുള്ള സമയത്തെക്കുറിച്ചുള്ള കലണ്ടറിൽ കുറിച്ചിടലായി, അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്നറിയാമോ? ഇതെൻ്റെ അണ്ണൻ അന്ന് ഗൾഫിൽ പോയതിൻ്റെ അന്ന് ലാസ്റ്റ് ഇട്ടിരുന്ന ഉടുപ്പാണ് കേട്ടോ. അപ്പം ഞാൻ അതിന്നും കഴിവാതെ, കയ്യിലതാ മടക്ക് പോലും നോക്കാതെ ഇതുപോലെ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ആ വിയർപ്പിൻ്റെ മണം പോലും അതിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ എന്നെ പോലുള്ള ഈ വട്ട് നിങ്ങൾക്ക് പ്രവാസികളുടെ മിക്ക ഭാര്യമാർക്കും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കയ്യിലതാ മടക്ക് പോലും ഞാൻ നോക്കിയിട്ടില്ല, കഴിവിട്ടില്ല. അതുപോലെ തന്നെ കൊണ്ടുവന്ന് അശയെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ആ വിയർപ്പിൻ്റെ ഗന്ധം പോലും
അതിനകത്ത് അതുപോലെ ഉണ്ട്. അപ്പം ഇനി വരുമ്പോഴത്തേക്ക് ആണ് ഈ ഷർട്ട് എടുത്ത് വെച്ച് കഴുകുന്നത്. പിന്നെ പോകുമ്പം അടുത്ത് ഇട്ടിട്ട് പോവും അങ്ങനെ. അപ്പം മിക്ക പ്രവാസികളുടെ ഭാര്യമാർക്ക് ഈ വട്ട് കാണുമായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് മാത്രമായിരിക്കില്ല. അപ്പം നിങ്ങളൊന്ന് പറയണേ കമൻറ്റ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും മിക്ക പ്രവാസികളുടെ ഭാര്യമാരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പം തുടർന്നും ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ വന്ന് പറയാം കേട്ടോ. തെറി ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ശരി, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സിനി സന്തോഷ്, ബൈ.